Welcome to Ray's World of Colors. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. കുക്കിംഗ് വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ വിഷു സദ്യ ഫോക്കസ് ചെയ്തിട്ടാട്ടോ ഞാനിങ്ങനെ അടുപ്പിച്ചിട്ട് ഇടുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. വളരെ ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ ഒരു സൂപ്പർ റെസിപ്പിയാണ്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നുമില്ല. വീണ്ടും ഇന്നത്തെ റെസിപ്പിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ റെസിപ്പി മാങ്ങ അച്ചാറാണ് ഞാൻ ചെയ്യണത്. ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾ വിഷു വരികയാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ തന്നെ നമ്മൾ ഒരു സദ്യ ഒരുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ പുളിയിഞ്ചി കാണിച്ചു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണ അച്ചാർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു മാങ്ങ 2 മാങ്ങ വെച്ചിട്ടൊക്കെ വളരെ കുറച്ച് മെമ്പേഴ്സുള്ള വീട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മാക്സിമം സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വിഷു ആഘോഷിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് തന്നെയായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് റെസിപ്പി കാണാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ. അപ്പോൾ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, കമൻറ്റിലൂടെ പറയുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. 2 പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തുടയ്ക്കണം. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേണമെങ്കിൽ തോല് ചെത്തണമെങ്കിൽ ചെത്താം, ഇല്ലെങ്കിൽ ചെത്തണ്ട. അത് എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ തോല് ചെത്തണില്ല കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആദ്യം ഇങ്ങനത്തെ പീസുകളാക്കി മുറിക്കുക. എന്നിട്ട് പിന്നെ ചെറിയ പീസുകളാക്കിയിട്ട് കുഞ്ഞു പീസുകളാക്കിയിട്ട് മുറിക്കുക. രണ്ട് മാങ്ങ തോല് ചെത്താതെ ഞാൻ ചെറിയ പീസസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ കുഞ്ഞു പീസസാണ്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഉപ്പിടാം. ഞാൻ കുറേ ഉപ്പിടണമെന്ന് വിചാരിക്കണ്ട. ഞാൻ ബോട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇടുകയാണ്. സോ അത് കുറച്ചേ വീഴുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ ആദ്യം ചേർത്ത് നോക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മാങ്ങയിൽ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അത് മൊത്തം ഇങ്ങനെ പിടിച്ചില്ല, കുറവുണ്ട് തോന്നുക വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ചേർക്കും. അതും ഞാൻ പറയണു ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ആദ്യം. എനിക്ക് മിക്സ് ചെയ്യുമ്പോൾ തോന്നുന്നു കുറച്ചും കൂടി മുളക് പൊടി ഇടേണ്ടിയിരുന്നു. നമുക്ക് നോക്കാം മുഴുവൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇടാൻ തീരുമാനിച്ചു. കാരണം അടിയിലേക്കൊന്നും എത്തുന്നില്ല മുളക് പൊടി. സോ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണത്. അതുപോലെ മറ്റേ നോർമൽ ചില്ലി പൗഡർ ചേർത്താൽ നല്ലോണം എരിവ് കൂടും കേട്ടോ. അപ്പോൾ പിന്നെ മാത്രമല്ല എടുക്കണ മാങ്ങയുടെ അളവ്, ഇതിപ്പോൾ ഞാൻ ഒരു അത്യാവശ്യം വലിയ മാങ്ങകളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് നല്ലെണ്ണയിലാണ് വറുത്തിടാൻ പോണത്. നല്ലെണ്ണയിൽ താളിക്കണം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടുക്, ഉലുവ, ചുവന്ന മുളക്, കറിവേപ്പില, കായത്തിൻ്റെ പൊടി, അതൊക്കെയാണ്. ഒന്നുകിൽ നമുക്ക് കായം വറുത്തിട്ട് പിന്നെ പൊടിക്കാം, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യണത്. പാൻ വെച്ചു. ഇനി ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യണത്. അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ലെണ്ണ. എനിക്കിഷ്ടമായതുകൊണ്ടല്ല, അല്ലെങ്കിലും അച്ചാറുകൾക്ക് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക. ഇത് പിന്നെ അത്യാവശ്യം കുറച്ച് നല്ലോണം വേണം കേട്ടോ നല്ലെണ്ണ.
കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അച്ചാർ മുങ്ങി നിൽക്കണം എന്നാണ് പറയുക, നിറച്ച് വേണം. അപ്പോൾ ആ എരിവൊക്കെ കുറച്ചൊന്നും ഇങ്ങോട്ട് താഴ്ന്നു പോവുകയും ചെയ്യും. ഇതിൽ നല്ലോണം ഇങ്ങനെ അതിലിങ്ങനെ നന്നായിട്ട് കിടക്കണം ഈ അച്ചാർ. കണ്ടിട്ടില്ലേ അച്ചാറുകളൊക്കെ? പക്ഷേ ഒരുപാട് എണ്ണയൊക്കെ നമ്മളിപ്പോൾ യൂസ് കുറയ്ക്കണോണ്ട് ഞാൻ കുറച്ച് എന്നാലും കുറച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ മാതിരി മതിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞ് പാനാണിത്, ഇതിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതാ ഒരു അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക്, ഉലുവ ഒക്കെ ഇട്ട് പൊട്ടിക്കണം. എണ്ണ ചൂടായോ എന്നറിയാൻ 2 കടുകിട്ട് നോക്കാം. അപ്പോൾ ചൂടാവുമ്പോൾ കടുക് പൊട്ടും, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഉലുവ ഉണ്ട്, കുറച്ച് കടുക്, കായത്തിൻ്റെ പൊടിയാണിത്, പിന്നെ കറിവേപ്പില, പിന്നെ ചുവന്നമുളക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതാ പൊട്ടണു. കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടുമ്പോഴേക്കും ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പെട്ടെന്ന് കരിയും, അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ ആണ് ഉലുവ എപ്പോഴും. അത് കഴിയുമ്പോൾ കറിവേപ്പിലയും കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടേ അധിക നേരം തീയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അച്ചാറിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ പോർഷൻ ബൈ പോർഷനായിട്ടാണ് മിക്സ് ചെയ്യണത്, കാരണം ഞാൻ ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് പൊട്ടൊന്നും വേണ്ട വെച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും സ്റ്റീൽ ബൗളിൽ എടുത്താൽ മതിയായിരുന്നു. ഞാനിത് വീഡിയോ എടുക്കണോണ്ടേ കാഴ്ചക്കുള്ള ഭംഗിയാണ് ഓർത്തത്. ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് ഓർത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങളത് ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ ഏതെങ്കിലും സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ബൗള് ഗ്ലാസിൻ്റെ എടുക്കുകയാണെങ്കിൽ എടുത്താൽ മതി, കാരണം പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരെ എസ്കേപ്പായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇത് തണുപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ? ഞാൻ ചുവന്ന മുളക് ഇട്ടില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ഓയിൽ മൂപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ഇതാ ചുവന്ന മുളക് മാത്രം ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് വീണ്ടും ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് കണ്ടില്ല. എണ്ണ ചൂടായപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന സാധനങ്ങൾ മാത്രം എടുത്തിട്ട് മൂപ്പിച്ചു. ഇനിയിപ്പോൾ വീണ്ടും മിക്സ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഇത് നമുക്ക് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. ഓയിലൊക്കെ ഉള്ളതുകൊണ്ട്, നല്ലെണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. കുക്കിംഗ് അറിയണവർക്ക് മാത്രമല്ല ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റും. അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.